വീണ്ടും ഇന്ത്യൻ T20 ടീമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ ശ്രേയസ് അയ്യർ. അവർക്ക് പറ്റി പുറത്തായ തിലക് വർമ്മയ്ക്ക് പകരമാണ് ഇന്ത്യൻ ടീമിലേക്ക് വന്നിരിക്കുന്നത്. അത് ഈ ഒരു ന്യൂസിലാൻഡുമായിട്ട് നടക്കാൻ പോകുന്ന T20 സീരീസിലും തുടർന്നുള്ള വേൾഡ് T20 സ്ക്വാഡിലും എന്തായാലും ശ്രേയസ് അയ്യർ കളിക്കുമെന്നുള്ള കാര്യം കൺഫേം ആയി. ഒരു 1 വീക്ക് മുൻപായിരുന്നു കേട്ടോ ഇഞ്ചുറിയെ തുടർന്ന് സർജറി കഴിഞ്ഞ് തിലക് വർമ്മയ്ക്ക് 3-4 ആഴ്ച റെസ്റ്റ് വേണ്ടി വരും എന്നുള്ള ഒരു ന്യൂസ് വന്നത്. അതിനുശേഷം തിലക് വർമ്മയ്ക്ക് ആര് ഇൻ പ്ലേസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പല പേരുകളും വന്നിട്ടുണ്ടായിരുന്നു. ഗില്ല്, അതേപോലെ തന്നെ ശ്രേയസ് അയ്യറിൻ്റെ പേര്, അതേപോലെ തന്നെ പല പേരുകളും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവസാനം ശ്രേയസ് അയ്യറാണ് ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് BCCI മാനേജ്മെൻറ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. BCCI ഓപ്റ്റ് ചെയ്ത 4-5 പേരുകളിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു കേട്ടോ ശ്രേയസ് അയ്യർ. കാരണം മിഡിൽ ഓർഡറിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത് T20 ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വൺ ഡേ ആണെങ്കിലും നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആയതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യർ തന്നെയാണ് ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൂടാതെ വാഷിങ്ടൺ സുന്ദർ കൂടിയിട്ട് പരിക്ക് കാരണം T20 സ്ക്വാഡിൽ നിന്നും അതേപോലെ തന്നെ വൺ ഡേ സ്ക്വാഡിൽ നിന്നെല്ലാം പുറത്തായിട്ടുണ്ടായിരുന്നു. വൺ ഡേ സ്ക്വാഡിലേക്ക് ഉടൻ തന്നെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ T20 21 സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് റീപ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ രവി ബിഷ്ണോയിയാണ് വാഷിങ്ടൺ സുന്ദറിന് പകരം ഇന്ത്യൻ ടീമിലേക്ക് വന്നിരിക്കുന്നത്. ആ രവി ബിഷ്ണോയി തന്നെ ആയിരിക്കും ചിലപ്പോൾ T20 വേൾഡ് കപ്പിലേക്കും വാഷിങ്ടൺ സുന്ദറിന് പകരം പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ വാഷിങ്ടൺ സുന്ദറിൻ്റെ അത്രയും ഓൾറൗണ്ടർ മികവ് എന്തായാലും രവി ബിഷ്ണോയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11ലേക്ക് വരുമോ എന്നുള്ള കാര്യം കൺഫേം അല്ല. എന്തായാലും വേൾഡ് കപ്പിൽ സ്ക്വാഡിലും രവി ബിഷ്ണോയി ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ അവസാന സമയത്ത് വേൾഡ് കപ്പിലേക്ക് അടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പരിക്കുകൾ ഇന്ത്യൻ ടീമിനെ അലട്ടുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അത് മേജർ പ്ലെയേഴ്സ് തന്നെയാണ് പരിക്കുകൾ കാരണം മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബുംറയും ഹർദിക്കിനെ പോലെയുള്ള പ്ലെയേഴ്സിനെ എല്ലാം ഈ ഒരു ന്യൂസിലാൻഡ് സീരീസിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ട് ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇത്രയും വലിയൊരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം റെസ്റ്റ് കൊടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്.